പി ആർ അരവിന്ദ് പാർലമെന്റ് മുമ്പിൽ റായ്പൂരിൽ നിന്ന് പി ആർ അരവിന്ദ് വിവരങ്ങളുമായി ചേരുന്നു. ഛത്തീസ്ഗഡിൽ ഞങ്ങളുടെ പ്രതിനിധി സംഘം എത്തിയിട്ടുണ്ട്. അരവിന്ദ്, എന്താണ് പ്രതിപക്ഷ എം പിമാരുടെ നീക്കം? അജിംസ്, ഞാനിപ്പോൾ ഛത്തീസ്ഗഡിലെ റായ്പൂരിലാണ് ഉള്ളത്. റായ്പൂരിൽ ഇപ്പോൾ നമുക്കറിയാം ഈ സിസ്റ്റർമാരുടെ ബന്ധുക്കളും അതുപോലെ തന്നെ MLA-മാർ അവിടെ ഇടക്കം എത്തിയിട്ടുണ്ട്. അവർ കഴിഞ്ഞ 6 ദിവസമായി ഈ കന്യാസ്ത്രീകൾ ഈ ജയിലിൽ തുടരുകയാണ്. അവർക്ക് വേണ്ടിയുള്ള നടപടി, അവരെ പുറത്തെത്തിക്കാനുള്ള നടപടിക്രമങ്ങളും അതുപോലെ തന്നെ അതിന്റെ ബാക്കി നടപടിക്ക് വേണ്ടിയാണ് ഇപ്പോൾ ബന്ധുക്കളടക്കം റായ്പൂരിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. വന്ദന സിസ്റ്ററിന്റെ സഹോദരനാണ്. അപ്പം ഇന്നലെ സിസ്റ്റർമാരെ കണ്ടിരുന്നു. എന്താണ് പറഞ്ഞത്? അവര് തെറ്റ് ചെയ്തിട്ടില്ല, അവർക്ക് നീതി ഉടനെ ലഭിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് അവരുള്ളത്. ഇങ്ങനെ ഈ ജാമ്യം കിട്ടാത്ത കാര്യവും അതൊക്കെ അറിയിച്ചിരുന്നു. അറിഞ്ഞു. അന്നത്തെ ഈ റെയിൽവേ സ്റ്റേഷനിൽ സംഭവിച്ചതിനെ കുറിച്ചൊക്കെ അത് സംസാരിക്കാനുള്ള സമയം. എങ്ങനെയാണ് അവർ ജയിലിൽ സൗകര്യങ്ങളും എന്തെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ? അവർ ജയിലിലത്തെ ആ സൗകര്യത്തിലൊക്കെ തൃപ്തരാണ്. പ്രീതി സിസ്റ്ററിന്റെ എങ്ങനെ സംസാരിച്ചപ്പോൾ എന്താ ഇപ്പോഴത്തെ? അല്ല, ആൾക്ക് ഭയങ്കര സങ്കടമാണ്. ഞാൻ പറഞ്ഞല്ലോ, നിലത്താണ് അവർക്ക് കിടക്കുന്നത്. അത്രാറ്റിക്സ് എന്ന് പറഞ്ഞ രോഗമുണ്ട്, തൊണ്ടലും കൈകാലുകൾക്ക് വേദനയുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്ഥിരം ഇങ്ങനെ അവർ ഒരു ദിവസം 2 ദിവസമൊക്കെ എന്നാണ് അവർ പ്രതീക്ഷിച്ചത്. കാരണം അതിനുള്ള തെറ്റൊന്നും അവർ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഒരു ദിവസം പിറ്റേ ദിവസം ജാമ്യം കിട്ടി പോരും എന്നൊക്കെയാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു വിഷമത്തിൽ നീണ്ടു പോകുന്നത്, ഇത് കേസ് മനഃപൂർവ്വം പോകുന്നത് പോലെ ഫീൽ ചെയ്യുന്നു. കാരണം മാരകമായ കുറ്റങ്ങളൊന്നും അല്ലല്ലോ ഇത് ചെയ്തത്. അപ്പോൾ അവരും വിചാരിക്കുന്നത് ഒരു ദിവസം ഇത് തെറ്റിദ്ധാരണയുടെ പുറത്ത് അറസ്റ്റ് ചെയ്ത് പിറ്റേ ദിവസം അത് ജാമ്യം കിട്ടി പുറത്ത് കിടക്കുമെന്നാണ് അവർ വിചാരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇത് മനഃപൂർവ്വം ഏതോ ശക്തി നമുക്ക് ഗൂഢാലോചന ഉണ്ടെന്ന് എന്തോ ഇത് നിങ്ങൾക്കായാലും മനസ്സിലാക്കാൻ പാടില്ല. ഇതിങ്ങനെ വലിയ കേസായിട്ട് പോകേണ്ട കാര്യമല്ല. അത് എന്താ സംഭവിക്കുന്നതെന്ന് ഞങ്ങൾക്ക് ആശങ്കയാണ്. ഞങ്ങൾ കേസ് പരിഗണിച്ചപ്പോൾ തന്നെ വലിയ പ്രതിഷേധം കോടതിയുടെ പുറത്തൊക്കെ കണ്ടിരുന്നു. ഒരിടത്തും കാണാത്ത രീതിയിലുള്ള ഒരു പ്രതിഷേധമൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടു. പക്ഷെ ഞങ്ങൾ അവിടേക്ക് പോയില്ല, ഞങ്ങൾ കോടതിയിലേക്ക് പോയില്ല. ഇനി എന്താണ് അടുത്ത നിയമം? ഇപ്പോൾ നമ്മുടെ സഭാ അധികാരികളൊക്കെ ആലോചിച്ച് എന്താ വേണ്ടതെന്ന് വെച്ചുള്ള നടപടി ആരംഭിക്കും. കാരണം നമുക്ക് നമ്മുടെ സഹോദരിയാണ് അതിൻ്റെ അകത്ത് കിടക്കുന്നത്, നമ്മുടെ ജീവനാണ് അതിൻ്റെ അകത്ത് കിടക്കുന്നത്. കൊള്ളക്കാർ കള്ളന്മാരൊന്നുമല്ല. അപ്പോൾ അവരെ നമുക്ക് എത്രയും ഇറക്കിക്കൊണ്ട് പോരണം. കാരണം ഏതൊരു മനുഷ്യനുള്ള പോലെ അവരവരുടെ വേണ്ടപ്പെട്ട ആളുകൾ അവിടെ കിടക്കുമ്പോൾ അവരുടെ വേദന അവരവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഒരു തെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കിടക്കുകയാണെങ്കിൽ നമുക്കത് അംഗീകരിക്കാൻ അവർ ശിക്ഷ അനുഭവിക്കേണ്ടത്. പക്ഷെ തെറ്റ് ചെയ്യാണ്ടാണ് കിടക്കുന്നത് നമ്മുടെ ഇന്ന് സമൂഹത്തിൽ ഈ കന്യാസ്ത്രീകളൊക്കെ. വളരെ വേദനയോടെയാണ് ഞാൻ ഈ അവസരത്തിലൂടെ നിൽക്കുന്നത്. എത്രയും വേഗം നീതി കിട്ടുമെന്നാണ് ഞാൻ നിയമത്തിൽ വിശ്വസിക്കുന്നത്. വിജി സിസ്റ്ററിന്റെ സഹോദരനാണ്. എന്തായാലും വലിയ വേദനയിലാണ് അവർ ഇവിടെ ഉള്ളത്. നമുക്ക് വന്ദന സിസ്റ്ററിന്റെ സഹോദരൻ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. എന്താണ് പറയുന്നത്? NIA കോടതിയിലേക്ക് വിടേണ്ട കാര്യമില്ലായിരുന്നു, ഹൈക്കോടതിയിലേക്ക് തന്നെ വിട്ടാൽ മതിയായിരുന്നു. എങ്കിൽ NIA കോടതിയിലേക്ക് വിട്ടതുകൊണ്ട് ഞങ്ങൾക്ക് നീതി വൈകുകയാണ്. ഇതിപ്പോൾ എത്ര ദിവസം എന്നുള്ളത് പറയാൻ പറ്റുകയില്ല. ഹൈക്കോടതിയിലേക്ക് നേരെ വിട്ടിരുന്നുവെങ്കിൽ കുറച്ചുകൂടി എളുപ്പം കിട്ടുമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് നീതി കിട്ടാനുള്ള ആ താമസം ഉണ്ടാക്കുന്ന ഒരു കാര്യം നടക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. അജിംസ്, എന്തായാലും ഇതിന് പിന്നിൽ എന്തോ ഒരു ഗൂഢാലോചന അല്ലെങ്കിൽ മറ്റെന്തോ നടക്കുന്നുവെന്ന് തന്നെയാണ് കന്യാസ്ത്രീമാരുടെ സഹോദരങ്ങളും അതുപോലെ തന്നെ അവരുടെ ബന്ധുക്കളടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. അവർക്ക് പൂർണ്ണ പിന്തുണ നൽകി കഴിഞ്ഞ 5 ദിവസമായി MLA-മാർ, കോൺഗ്രസ് MLA-മാർ ഇവിടെ ഉണ്ട്. നമുക്ക് ചോദിക്കാം, എന്താണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കാരണം സെഷൻസ് കോടതി കേസ് പോലും പരിഗണിക്കുന്നില്ല, NIA കോടതിയിലേക്ക് പോകണമെന്നൊക്കെ പറയുന്നു. എന്താണ്? ബോധപൂർവമായിട്ട് ഇതിനകത്ത് നീതി വൈകിപ്പിക്കുവാനായിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നതായി ഞങ്ങൾ ന്യായമായും സംശയിക്കുന്നു. കാരണം ഇന്നലെ സെഷൻസ് കോടതിയിൽ സർക്കാർ അഭിഭാഷകൻ പബ്ലിക് പ്രോസിക്യൂട്ടർ വാദിച്ചത് ഇത് സെഷൻസ് കോടതിയുടെ അധികാരപരിധിയിൽ വരില്ല എന്നും ഇത് NIA കോടതിയുടെ പരിധിയിൽ പോകേണ്ട ഒരു കേസാണ് എന്നും വാദിക്കുകയാണ്. അപ്പോൾ സർക്കാർ അഭിഭാഷകനും പോലീസിനുമൊക്കെ ഇത് NIAയുടെ പരിധിയിൽ വരുന്ന ഒരു കേസാണ് എന്ന് കൃത്യമായി അറിയാമെങ്കിൽ അവരെന്തുകൊണ്ടാണ് പോലീസ് ഈ കേസ് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ആദ്യമേ കൊണ്ടുവന്നത്, മജിസ്ട്രേറ്റ് കോടതിയിൽ കൊണ്ടുവന്ന് അവരെ റിമാൻഡ് ചെയ്തത്? അപ്പോൾ ഇനി ഇത് NIA കോടതിയിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ അപ്പോൾ ഏതാണ്ട് ഒരാഴ്ചയോളം ഇതിനോടകം തന്നെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഈ നിരപരാധികളായിട്ടുള്ള കന്യാസ്ത്രീകൾ ഒരാഴ്ചയായിട്ട് ജയിലിലാണ്. ഇനി NIA കോടതിയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകാവുന്ന പല നിയമ തടസ്സങ്ങളും സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങളുമുണ്ട്. കാരണം നിലവിൽ NIA കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല, NIA കോടതിയുടെ മുമ്പിൽ ഇങ്ങനൊരു കേസ് വന്നിട്ടില്ല. അപ്പോൾ മാത്രവുമല്ല, NIA ഒരു കേസ് എടുക്കുന്നതിനകത്ത് അതിൻ്റേതായിട്ടുള്ള നടപടിക്രമങ്ങളുണ്ട്. സ്റ്റേറ്റ് പോലീസ് ഒരു കേസെടുത്ത് അത് NIAക്ക് റെഫർ ചെയ്ത് NIA അതിനകത്ത് കൃത്യമായി പരിശോധന നടത്തി NIA എടുക്കേണ്ട കേസാണോ അല്ലയോ എന്നുള്ള ഒരു വിലയിരുത്തലൊക്കെ നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് NIA കേസ് രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് നമ്മൾ NIA കോടതിയുടെ മുമ്പിൽ ഇതിൻ്റെ ജാമ്യാപേക്ഷ ഉൾപ്പെടെ വരികയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഇതൊന്നും നടക്കാത്ത സാഹചര്യത്തിൽ NIA കോടതിയിലേക്ക് പോകാനായിട്ട് പറയുമ്പോൾ
സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഞങ്ങളത് നിയമവിദഗ്ധരുമായിട്ട് ആലോചിക്കുന്നുണ്ട്. ഹൈക്കോടതിയിൽ സമീപിക്കാനായിട്ടുള്ള ഒരു പരിശ്രമവും ഞങ്ങൾ നടത്തുന്നുണ്ട്. കാരണം ഇത്തരം കൺഫ്യൂഷനുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഇവിടെ ആത്യന്തികമായിട്ട് നടക്കുന്നത് നമ്മുടെ കന്യാസ്ത്രീമാർ, നിരപരാധികളായിട്ടുള്ള ആളുകൾ ഏറ്റവും ദയനീയമായ സാഹചര്യത്തിൽ ഒരു തെറ്റും ചെയ്യാതെ അവർ ഈ ജയിലറകൾക്കുള്ളിൽ കടക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് മറ്റൊരു സംശയം കൂടി ഞങ്ങൾക്കുണ്ട്. കാരണം ഈ കേസിന് യാതൊരു അടിസ്ഥാനമില്ല എന്നും ഇവർ നിരപരാധികളാണ് എന്നുമൊക്കെ ഈ കേസ് കെട്ടിച്ചമച്ച ആളുകൾക്കും കൃത്യമായി അറിയാം. കാരണം കോടതിയിൽ കേസിൻ്റെ മെറിറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവരെ കുറ്റവിമുക്തരാക്കുമെന്നും ഇവർ ഒരു നിമിഷം നേരത്തെ പുറത്തു വരുമെന്നും ഒക്കെ നമുക്കറിയാം.